മാവേലിക്കര നഗരവികസനത്തിന്റെ കാഹളമൂതി മിച്ചൽ ജംഗ്ഷൻ വികസന പദ്ധതി ഭൂമി ഏറ്റെടുക്കൽ പ്രാരംഭ വിജ്ഞാപനത്തെ സ്വാഗതം ചെയ്ത് നഗരവാസികൾ. മാവേലിക്കര മിച്ചൽ ജംഗ്ഷൻ വികസന പദ്ധതിയുടെ ഭാഗമായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പ്രാരംഭ വിജ്ഞാപനമായി ഫെബ്രുവരി 27-നാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 25 കോടി രൂപയാണ് പദ്ധതി ചെലവ്. 2013 അവകാശ ആക്ട് വകുപ്പ് 2 പ്രകാരം ഉപവകുപ്പ് 1 വ്യവസ്ഥകൾക്ക് അനുസൃതമായാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത്. പദ്ധതി ഭൂമിയിൽ അവകാശ താൽപര്യമുള്ള എല്ലാ വ്യക്തികളും ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ച് 60 ദിവസത്തിനുള്ളിലോ അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു പബ്ലിക് നോട്ടീസ് കിട്ടിയതിനു ശേഷമോ ഇതിലേതാണ് അവസാനം ലഭിച്ചത് ആ തീയതിക്കുള്ളിൽ ഭൂമിയുടെ റെക്കോർഡുകളുടെ നിജസ്ഥിതി വരുത്തുന്നതിനോ നിർദ്ദേശിക്കപ്പെട്ട ഭൂമിയുടെ അവകാശത്തിനോ എതിർപ്പുണ്ടെങ്കിൽ രേഖാമൂലം ആലപ്പുഴ LA സ്പെഷ്യൽ തഹസിൽദാറിനെ ധരിപ്പിക്കണം. സമയപരിധി കഴിഞ്ഞ് ലഭിക്കുന്ന ആക്ഷേപങ്ങളും സ്റ്റേറ്റ്മെന്റുകളും അവകാശം വ്യക്തമാക്കാത്ത എതിർപ്പുകളും നിരസിക്കും. വികസനവുമായി ബന്ധപ്പെട്ട് ഏറ്റെടുക്കേണ്ടി വരുന്ന പുരയിടങ്ങളുടെ ഉടമസ്ഥർക്ക് 2013 ഭൂമി ഏറ്റെടുക്കൽ അവകാശ നിയമം 1-ാം ഉപവകുപ്പ് അനുസരിച്ച് ന്യായമായ നഷ്ടപരിഹാരവും പുനഃസ്ഥാപനവും ലഭിക്കും. മാവേലിക്കര വില്ലേജിൽ 20, 21, 54, 55, 66, 67 ബ്ലോക്കുകളിലെ വിവിധ സർവേ നമ്പറുകളിൽപ്പെട്ട 57.08 ആർസ് ഭൂമിയാണ് എടുക്കുന്നത്. വാടകക്കാർക്ക് 50,000, അംഗീകൃത തൊഴിലാളികൾക്ക് 36,000, വീടുകൾക്ക് 4,60,000 എന്ന നിലയിൽ തുക ലഭിക്കും. കട ഉടമകൾക്ക് കെട്ടിടത്തിന്റെ വിലയ്ക്ക് പുറമെ ഭൂമി വിലയും ലഭിക്കും. 2017-18 സംസ്ഥാന ബജറ്റ് പദ്ധതിയാണിത്. 2018 സെപ്റ്റംബറിൽ ഭരണാനുമതി ലഭിച്ചു. അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുന്ന നടപടിയും പൂർത്തീകരിച്ചിരുന്നു. മിച്ചൽ ജംഗ്ഷനിൽ നിന്ന് വടക്കോട്ട് 80 മീറ്ററും തെക്കോട്ട് 140 മീറ്ററും പടിഞ്ഞാറോട്ട് 110 മീറ്ററും കിഴക്കോട്ട് 210 മീറ്ററും ദൂരത്തിലാണ് വീതി കൂട്ടുന്നത്. നിലവിലെ 7 മുതൽ 8 മീറ്റർ വരെ വീതി നടപ്പാതയുൾപ്പെടെ 18 മീറ്ററായി വികസിക്കും. അനുവദിച്ച 25 കോടിയിൽ 22.5 കോടിയും ഭൂമി ഏറ്റെടുക്കുമ്പോഴുള്ള നഷ്ടപരിഹാരം നൽകുന്നതിനാണ് നീക്കിവച്ചിരിക്കുന്നത്. വികസനത്തിനായി ഏറ്റെടുക്കുന്ന ഭൂമിക്ക് വിജ്ഞാപന തീയതിക്ക് 3 വർഷം മുമ്പ് മുതൽ ഇങ്ങോട്ട് രേഖപ്പെടുത്തിയ ഉയർന്ന വിൽപ്പന വിലയുടെ ഇരട്ടിയും 12% പലിശയും ഉടമകൾക്ക് ലഭിക്കും. CDNet ന്യൂസ്, മാവേലിക്കര.